രാവിലെ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഡ്ഡലി വലിയ താല്പര്യമില്ലാത്ത കാരണം അമ്മ ഒരു പഴവും അതേപോലെ തന്നെ മുട്ടയും കൂടെ വറുത്ത് തന്നു. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ലൂയിക്കുട്ടൻ ഇന്ന് കഴിക്കുന്നുണ്ട്. അവൻ രാവിലെ ഇഡ്ഡലി കഴിച്ചു കേട്ടോ. പക്ഷേ ഈ ഒരു ഫോർക്ക് കൊടുത്തപ്പോൾ അത് വെച്ച് കഴിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ഇന്ന് നല്ലോണം കറികളുണ്ടായിരുന്നു. ചാള വറുത്തതുണ്ടായിരുന്നു, ചെമ്മീൻ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ ഞണ്ട് കറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഇത് കഴിച്ചത്. ആൻറ്റി അവിടെ കുറേ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബീൻസ് അല്ല കൊത്തമര അങ്ങനെ എന്തോ ആയിരുന്നു അത്, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ആ ഒരു ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പം മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ വൈകിട്ടായപ്പോൾ ഒരു ഉള്ളിവട കഴിച്ചു കേട്ടോ, 2 കഴിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം കാപ്പി കുടിച്ചു. പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് കഴിച്ചായിരുന്നു കേട്ടോ. അത് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അതും കുറച്ച് കഴിച്ചു കേട്ടോ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ബോട്ടിക്കറി ആയിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഒരു പയറുകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. ഇന്ന് ലൂയി കുറേ നേരം ഹാപ്പി ആയിട്ട് നടന്നൊരു സമയമാണ് കേട്ടോ. അവൻ്റെ ഫ്രണ്ടാണിത്, ഇസ്മു. അപ്പോൾ അവൻ കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഇസ്മുവിനെ കാണുന്നത്. അപ്പോൾ അവനായിട്ട് നടന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ഏജിൽ, കൊച്ചിൻ്റെ ഏജിൽ വേറെ ആൾക്കാരൊന്നും ഇല്ല ഇപ്പോൾ, കുഞ്ഞു പിള്ളേരൊന്നും ഇല്ല നമ്മുടെ അടുത്ത്. അപ്പോൾ ഇവനെയാണ് ഇടയ്ക്ക് കാണുമ്പോൾ ഒരു ഹാപ്പിയാണ് അവന് ഭയങ്കര. ഇന്ന് അപ്പോൾ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു ഇന്ന്. പെട്ടെന്ന് കുറേ നാൾ കൂടിയിട്ട് ആ ഒരു ഏജിലുള്ളൊരു വേറൊരു കുട്ടീനെയും കൂടെ കണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ലൂയി ഇന്ന് ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. അവിടെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് തലേ ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലൊക്കെ കയറ്റി നിർത്തി കൊടുത്തിട്ട് അപ്പോൾ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ കേട്ടപ്പോൾ ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ അവനായിട്ട് ഇരുന്നിട്ടാണ് ഞങ്ങൾ